ബഹുമാന്യരെ, ഞാൻ കെ.എ. സേവ്യർ, അക്കാഡമിക് സെക്രട്ടറി ആൻഡ് കരിയർ സെൽ ഇൻചാർജ്, മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, സികണ്ഠപുരം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിലെ സമുന്നത തൊഴിൽ മേഖലയായ IAS, IPS, IFS തുടങ്ങിയ 24 സർവീസുകളിലേക്ക് 1000-ഓളം ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന മത്സര പരീക്ഷയാണ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ റാങ്ക്, അവർ നൽകുന്ന മുൻഗണനാ പട്ടിക എന്നിവയനുസരിച്ച് IAS, IPS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ സർവീസ് മുതലായ സർവീസുകൾ അലോട്ട് ചെയ്യുന്നു. എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ സവിശേഷതകൾ? സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. അതായത് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ മുതലായ പ്രൊഫഷണൽ ബിരുദങ്ങളോ അല്ലെങ്കിൽ BA, BSc, BCom തുടങ്ങിയ ബിരുദങ്ങളോ നേടിയവർക്ക് പരീക്ഷ എഴുതാം. പ്രായപരിധി 21 വയസ്സിനും 32 വയസ്സിനും ഇടയിൽ. എന്നാൽ OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കുന്നു. സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ സെലക്ഷന് 3 ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് ഫേസ്, അതായത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഈ പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണുള്ളത്. 300 മാർക്കിൻ്റെ വീതം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ഉം പേപ്പർ 2. ഈ 2 പേപ്പറുകൾ ഒബ്ജക്റ്റീവ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമാണുള്ളത്. ഇതിലെ ഒന്നാമത്തെ പേപ്പറിൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. രണ്ടാമത്തെ പേപ്പറിന് 33% മാർക്ക് നേടി ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഓരോ വർഷവും ഏകദേശം 10 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എങ്കിലും അതിൽ പകുതിയിൽ താഴെ, അതായത് 5 ലക്ഷത്തിൽ താഴെ ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഹാജരാകുക. ഇവരിൽ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ പാർട്ട് 1, അതായത് പേപ്പർ 1ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 12,000 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അവയിൽ ജനറൽ സ്റ്റഡീസ്, ഫണ്ടമെൻ്റൽസ് ഓഫ് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ബേസിക് സയൻസ്, ബേസിക് മാത്തമാറ്റിക്സ്, റീസണിങ് മുതലായ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇപ്രകാരം 12,000 കാൻഡിഡേറ്റ്സിനെ സെക്കൻഡ് റൗണ്ടായ സിവിൽ സർവീസ് മെയിൻസ് എക്സാമിനേഷനിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അടുത്തത് സെലക്ഷൻ്റെ സെക്കൻഡ് സ്റ്റേജായ സിവിൽ സർവീസ് മെയിൻ എക്സാമിനേഷൻ. മെയിൻ എക്സാമിനേഷന് 9 പേപ്പറുകളാണുള്ളത്. എന്നാൽ അതിലെ ആദ്യത്തെ 2 പേപ്പറുകൾ ക്വാളിഫയിങ് പേപ്പറുകൾ മാത്രമാണ്. അതായത് അവയുടെ മാർക്ക് സെലക്ഷൻ റാങ്ക് ലിസ്റ്റിന് കണക്കാക്കുന്നില്ല. ഇത്തരത്തിലുള്ള ക്വാളിഫയിങ് പേപ്പർ ഒന്നാമത്തേത് ഇന്ത്യൻ ലാംഗ്വേജ് പേപ്പറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 22 ഭാഷകൾ, മലയാളവും ഹിന്ദിയും ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു ഭാഷ, അതാണ് പേപ്പർ 1. പേപ്പർ 2 ഇംഗ്ലീഷാണ്. ഈ 2 പരീക്ഷകളും 300 മാർക്കിൻ്റെ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ്. ഈ 2 പേപ്പറുകളിലും 25% മാർക്ക് എങ്കിലും നേടി ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അതിൻ്റെ മാർക്ക് റാങ്കിങ്ങിൽ പരിഗണിക്കുന്നതല്ല. ഇനി റാങ്കിങ്ങിൽ പരിഗണിക്കുന്നതിനായി സിവിൽ സർവീസ് മെയിൻ എക്സാമിനേഷന് 7 പേപ്പറുകൾ കൂടി ഉണ്ട്. അവയിൽ ഒന്നാമത്തേത് എസ്സേ റൈറ്റിംഗ്, രണ്ടാമത്തേത് ഹിസ്റ്ററി ആൻഡ് ജിയോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, മൂന്നാമത്തേത് ഗവേണൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ, നാലാമത്തേത് ടെക്നോളജി ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാങ്കേതികവിദ്യയും
സാമ്പത്തിക വികസനവും ആയി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അഞ്ചാമത്തെ പേപ്പർ എത്തിക്സ്, ഇൻ്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് എന്നിവയെ സംബന്ധിച്ചാണ്. അതായത് ധാർമ്മികത, സത്യസന്ധത, മൂല്യങ്ങൾ എന്നിവയെ സംബന്ധിച്ച്. 6ഉം 7ഉം പേപ്പറുകളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷണൽ വിഷയങ്ങളിൽ നിന്നുള്ള 2 പേപ്പറുകളാണ്. സിവിൽ സർവീസ് മെയിൻ എക്സാമിനേഷന് മെഡിസിൻ, വിവിധ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾ, അതുപോലെ തന്നെ ലോ, അഗ്രികൾച്ചർ, കൂടാതെ വിവിധ മാത്തമാറ്റിക്സ്, വിവിധ സയൻസ് വിഷയങ്ങൾ, ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജിയോഗ്രഫി, സൈക്കോളജി മുതലായ 25 വിഷയങ്ങളും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഉൾപ്പെടെയുള്ള 23 ഭാഷകളും ഉൾപ്പെടെ 48 ഓപ്ഷണൽ വിഷയങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഈ ഓപ്ഷണൽ വിഷയത്തിൽ നിന്നുള്ള പേപ്പറുകളാണ് അവസാനത്തെ 2 പേപ്പറുകൾ. ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഡിഗ്രിക്കെടുത്ത് പഠിച്ച വിഷയം തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് സ്വീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഏതൊരു വിഷയത്തിൽ ഡിഗ്രി എടുത്ത ഉദ്യോഗാർത്ഥിക്കും ഈ പറഞ്ഞ 25 വിഷയങ്ങളും കൂടാതെ 23 ഭാഷകൾ, ഈ 48 വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷണൽ സബ്ജക്റ്റായി തിരഞ്ഞെടുക്കാം. ഈ അവസാനം പറഞ്ഞ 7 പേപ്പറുകളുടെ മാർക്കിനെ അടിസ്ഥാനമാക്കി 3000 ഉദ്യോഗാർത്ഥികളെ 3ാം ഘട്ടമായ പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇൻ്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 3ാം ഘട്ടം ഇൻ്റർവ്യൂ ആണ്. അത് മെയിൻസ് പരീക്ഷയിലെ ക്വാളിഫയിങ് പേപ്പറുകളായ ആദ്യത്തെ 2 പേപ്പർ ഒഴികെയുള്ള അവസാനത്തെ 7 ഡിസ്ക്രിപ്റ്റീവ് പേപ്പറുകളുടെ 250 വീതം മാർക്ക് 3 മണിക്കൂർ ദൈർഘ്യവുമുള്ള ഈ പേപ്പറുകളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം 3000 പേരാണ് സെലക്ഷൻ പ്രോസസ്സിൻ്റെ 3ാം ഘട്ടമായ പേഴ്സണാലിറ്റി ടെസ്റ്റ് അഥവാ ഇൻ്റർവ്യൂ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഇനി ഇൻ്റർവ്യൂ 275 മാർക്കുകൾക്കുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. ഉദ്യോഗാർത്ഥിയുടെ നേതൃപാടവം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ജനറൽ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, മൈൻഡ് സെറ്റ് എന്നിവയൊക്കെ സമഗ്രമായി വിലയിരുത്തും. സിവിൽ സർവീസ് ഇൻ്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളെ ഉൾപ്പെടുത്തി ഉള്ള ഡിഫറൻറ്റ് ഇൻ്റർവ്യൂ പാനലുകളാണ്. യാതൊരുവിധ സ്വാധീനങ്ങൾക്കും വഴിപ്പെടാതെ മികച്ച ഉദ്യോഗാർത്ഥികൾക്ക് നിഷ്പക്ഷമായി സെലക്ഷൻ നേടുന്നതിനുള്ള അവസരമാണ് യൂണിയൻ പബ്ലിക് കമ്മീഷൻ ഒരുക്കുന്നത്. ഇതിൻ്റെ ഫലമായി രാജ്യത്തെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ വളരെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസ് സെലക്ഷൻ നേടിവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് എന്താണ് സിവിൽ സർവീസിൻ്റെ മേന്മകളും സവിശേഷതകളും? നമുക്കറിയാം, സമ്പദ്ഘടനയുടെ സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും നടത്തുന്നതിൻ്റെ ഫലമായി സ്വകാര്യ മേഖലകളിലെ നിരവധി അവസരങ്ങൾ, അതുപോലെ തന്നെ അത്യാകർഷകമായ IT മാനേജ്മെൻറ്റ് രംഗത്തെ ജോലി സാധ്യതകൾ ഒക്കെയുണ്ടെങ്കിലും സിവിൽ സർവീസ് ഇന്നും ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒന്നാമത്തെ ടോപ്പ് കരിയർ ലക്ഷ്യമായി മാറിയിരിക്കുന്നു. എന്താണിതിന് കാരണം? നമ്പർ 1, പവർ, പ്രസ്റ്റീജ്, ചാം ആൻഡ് ഗ്ലാമർ ഓഫ് സിവിൽ സർവീസ്. നമുക്കറിയാം, സിവിൽ സർവീസിലൂടെ രാജ്യത്തിൻ്റെ ഉദ്യോഗ വൃന്ദത്തിലെ അത്യുന്നത പദവിയിലേക്ക് കടന്നു വരുന്ന സിവിൽ സർവീസ് ഓഫീസർമാരാണ് രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകളുടെ പോളിസീസ്, അവരുടെ നയപരിപാടികൾ നടപ്പിലാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകളും മന്ത്രിസഭകളും
അംഗീകരിക്കുന്ന പദ്ധതികളും നയപരിപാടികളും ജനങ്ങളിലേക്ക് നേരിട്ട് നടപ്പിലാക്കുന്ന ചുമതല സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. മാത്രമല്ല, പുതിയ നയപരിപാടികൾ കണ്ടെത്തുന്നതിൽ, പുതിയ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നതിൽ വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട അഭിപ്രായങ്ങളും ആശയങ്ങളും ഭരണകൂടത്തിന് പകർന്നു തരുന്നതും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന IAS ഓഫീസർമാർ അവർ ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ സമൂഹത്തിലും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IASലേക്ക് കടന്നു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്റ്റേറ്റ് സർവീസിലേക്കാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കേഡറാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അസിസ്റ്റന്റ് കളക്ടറിൽ തുടങ്ങി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ജില്ലയുടെ എല്ലാ വകുപ്പുകളുടെയും ഭരണ മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ കലക്ടറെ, തുടർന്ന് വിവിധ വകുപ്പുകളുടെ സെക്രട്ടറി, അവസാനം സ്റ്റേറ്റ് സർവീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗമായ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയരുന്നതിന് സാധിക്കും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് സ്റ്റേറ്റ് സർവീസുകളിലേക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന IAS ഓഫീസർമാർക്കും സെൻട്രൽ സർവീസിലേക്ക് ഡെപ്യൂട്ടേഷനിലേക്ക് കടന്നു ചെന്ന് വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരെ, അവസാനം ഇന്ത്യയിലെ പരമോന്നതമായ ഉദ്യോഗ സ്ഥാനം തന്നെയായ ക്യാബിനറ്റ് സെക്രട്ടറി പദവിയിൽ വരെ എത്തുന്നതിനുള്ള നിസ്തുലമായ അവസരങ്ങളാണ് ലഭിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് അവിടെ ഒരു സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറിക്കും സ്ഥാനമുണ്ട്. ഇപ്രകാരം ഭരണതലത്തിലെ അത്യുന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് നേരിട്ടിടപെടുന്നതിനുള്ള വലിയ അവസരമാണ് IAS ഓഫീസർമാർക്ക് ലഭിക്കുന്നത്. സാധാരണക്കാരും ദുർബല വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്, അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, സാമൂഹ്യമായും സാമ്പത്തികമായും അവരെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിന്, നേരിട്ടിടപെടുന്നതിന് വലിയ അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ വലിയ തൊഴിൽ സംതൃപ്തി, മാനസിക സംതൃപ്തി നേടാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയാണ് IASകാരുടേത്. ഇനി IPS ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദ്യം ASP തുടങ്ങി ജില്ലാ പോലീസിൻ്റെ ചുമതലയുള്ള, സ്റ്റേറ്റ് പോലീസിൻ്റെ ജില്ലാ ചുമതലയുള്ള SP, തുടർന്ന് DIG, IG, അവസാനം സ്റ്റേറ്റ് പോലീസിൻ്റെ പരമോന്നത പദവിയായ DGP സ്ഥാനം വരെ എത്തുന്നതിന് IPS ഓഫീസർമാർക്ക് അവസരം ലഭിക്കുന്നു. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയിക്കൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളായ CBI, IB, അതുപോലെ തന്നെ NIA മുതലായവയുടെ ഡയറക്ടർ ജനറൽ പദവിയിൽ വരെ എത്തുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസായ CISF, CRPF മുതലായവയുടെ ഡയറക്ടർ ജനറൽ സ്ഥാനം അലങ്കരിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ പരമോന്നതമായ രഹസ്യാന്വേഷണ വിഭാഗമായ RAW, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ ഭാഗമായി കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നതിനുള്ള അവസരവും IPS ഓഫീസർമാർക്ക് ലഭിക്കുന്നു. നേരെ മറിച്ച് ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൻ്റെ വിവിധ ഓഫീസുകളിൽ പ്രവർത്തിക്കാം. കൂടാതെ ലോകത്ത് എമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ കോൺസുലേറ്റുകൾ, എംബസികൾ, ഹൈക്കമ്മീഷണർ ഓഫീസുകൾ എന്നിവയിലെ അംബാസഡർമാരായും ഹൈക്കമ്മീഷണർമാരായും കോൺസുലേറ്റിലെ ചീഫ് ഓഫീസറായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നു. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സെക്രട്ടറി പദം വരെ കടന്നു ചെല്ലുന്നതിന് അവർക്ക് സാധിക്കുന്നു. ഇനി ഇന്ത്യൻ റവന്യൂ സർവീസ് സെലക്ഷൻ കിട്ടുന്നവർക്ക് രാജ്യത്തിൻ്റെ ധനകാര്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ റവന്യൂ കളക്ഷൻ നേതൃത്വം നൽകുന്നതിന്, റവന്യൂ കളക്ഷനിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ കണ്ടെത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വലിയ അവസരങ്ങൾ കിട്ടുന്നു.
അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് രാജ്യത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിന് അവർക്ക് അവസരം ലഭിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു, സാധാരണക്കാരുടെ ദുർബല വിഭാഗങ്ങളുടെ സമഗ്രമായ പുരോഗതിക്ക് നേരിട്ടിടപെടുന്നതിനുള്ള വലിയ അവസരങ്ങൾ ലഭിക്കുന്നത് വഴി ലഭിക്കുന്ന തൊഴിൽ സംതൃപ്തി. മൂന്നാമതായിട്ട് എക്സലൻ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് പേ ആൻഡ് അലവൻസസ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് കേഡർ കിട്ടിയാലും ഓൾ ഇന്ത്യ സർവീസ് ഓഫീസർമാരായ IAS IPS കാർക്ക് ഇന്ത്യ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന മികവുറ്റ ശമ്പള ഘടനയും മാത്രമല്ല റെസിഡൻഷ്യൽ ബംഗ്ലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹൗസിംഗ്, കൂടാതെ ഗവൺമെൻറ് വെഹിക്കിൾസ്, ഡ്രൈവർമാർ, അംഗരക്ഷകർ എന്നിവയുടെ സേവനവും ലഭിക്കുന്നു. കൂടാതെ IAS ഓഫീസർമാർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന, UNO, അതേപോലെ വേൾഡ് ബാങ്കിൻ്റെ വിവിധ ഓർഗൻസ്, അതുപോലെ തന്നെ മറ്റ് അന്താരാഷ്ട്ര WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നിവയിലൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. കൂടാതെ IAS IPS ഉദ്യോഗസ്ഥന്മാർ പലർക്കും വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച ഹയർ എഡ്യൂക്കേഷനും പരിശീലനവും നേടുന്നതിനുള്ള വലിയ അവസരങ്ങളും ലഭിക്കും. അടുത്തതായിട്ട് സിവിൽ സർവീസിൻ്റെ ഓഫീസർമാരുടെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് അവർക്ക് ദേ എൻജോയ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 311 ആർട്ടിക്കിൾ അനുസരിച്ച് ഒരു IAS ഓഫീസറെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരു മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ പോലും സാധ്യമല്ല. അവരെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് ഓഫീസർമാർക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ താളത്തിനൊത്ത് തുള്ളുന്നതിൽ നിന്ന് അവർക്ക് സംരക്ഷണം കിട്ടുന്നതിനുള്ള വലിയ ഭരണഘടന അവകാശം അവർക്ക് കിട്ടുന്നു. IAS തുടങ്ങിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും വലിയ പ്രൊജക്റ്റുകളുടെയും വലിയ സംരംഭങ്ങളുടെയും നടുനായകത്വം വഹിക്കുന്നതിന് അവസരം ലഭിക്കുന്നു. അതുവഴി ആ സിവിൽ സർവീസ് ഓഫീസറുടെ ജീവിതകാലശേഷവും അവരുടെ സ്മരണ നിലനിൽക്കുന്നു. ഉദാഹരണമായിട്ട് നമുക്കറിയാം PH കുര്യൻ IAS കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് CIALൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ആ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കുന്നതിൽ വഹിച്ച പങ്ക് അദ്ദേഹത്തിൻ്റെ പേര് എന്നെന്നും നിലനിർത്തുന്നതിന് ഇടയാക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ സർവീസിൽ നിന്നുള്ള ശ്രീധരൻ ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ മുതലായ എത്രയോ രാജ്യത്തെ മികവുറ്റ പ്രൊജക്റ്റുകളുടെ പേരിൽ എന്നെന്നും സ്മരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ നമ്മുടെ കാലശേഷവും നമ്മുടെ ഒരു വ്യക്തിമുദ്ര വിവിധ മേഖലകളിൽ പതിപ്പിക്കുന്നതിനുള്ള നിസ്തുലമായ അവസരമാണ് ലഭിക്കുന്നത്. മറ്റൊന്ന് പോസ്റ്റ് റിട്ടയർമെൻറ്റ് അസൈൻമെൻറ്റ്സ്. മികവുറ്റ സിവിൽ സർവീസ് ഓഫീസർമാർക്ക് തങ്ങളുടെ സേവനകാലത്തിന് ശേഷവും വിവിധ മേഖലകളിൽ ഗവൺമെൻറ്റിനെ സേവനം നൽകുന്നതിന് സാധിക്കുന്നു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ, സ്റ്റേറ്റ് PSC അംഗങ്ങൾ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും വിവിധ കമ്മീഷനുകൾ, കമ്മിറ്റികൾ എന്നിവയിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നതിനുള്ള അവസരം നമുക്ക് ലഭിക്കും. നമുക്കറിയാം കേരളത്തിൽ നിന്ന് റിട്ടയർ ചെയ്യപ്പെടുന്ന ചീഫ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ DGPമാരും പലപ്പോഴും പുതിയ തസ്തികകളിൽ ഗവൺമെൻറ് അവരുടെ സേവനം വിനിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി സിവിൽ സർവീസ് സെലക്ഷൻ കിട്ടുന്ന യുവാക്കളുടെ മറ്റൊരു മികച്ച നേട്ടം, ദേ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എ ലൈഫ് ട്രാൻസ്ഫോമിംഗ് ട്രെയിനിങ്. ഉദാഹരണമായിട്ട് IAS ട്രെയിനികൾക്ക് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന മസൂറിയിലുള്ള വേൾഡ് ക്ലാസ് ഫെസിലിറ്റിയുള്ള സ്ഥാപനത്തിൽ മികവുറ്റ പരിശീലനം ലഭിക്കുന്നു. ട്രക്കിംഗ്, ഹോഴ്സ് റൈഡിംഗ്,
അതുപോലെ തന്നെ റൈഫിൾ ഷൂട്ടിംഗ്, സ്വിമ്മിംഗ് മുതലായവ മേഖലകളിൽ അവർക്ക് പരിശീലനം നൽകപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് IPSലേക്ക് സെലക്ഷൻ കിട്ടുന്ന ട്രെയിനികൾക്ക് ഹൈദരാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിലെ മികവുറ്റ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള പരിശീലനത്തിനുള്ള അവസരം ലഭിക്കുന്നു. ഇപ്രകാരമുള്ള ലൈഫ് ട്രാൻസ്ഫോമിംഗ് ട്രെയിനിങ് മാത്രമല്ല, മികവുറ്റ ഓഫീസർമാർക്ക് സർവീസ് കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ പരിശീലനങ്ങൾക്കും ഹയർ എഡ്യൂക്കേഷനും അനവധിയായ അവസരങ്ങൾ ലഭിക്കും. ഇത്തരത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും മികവുറ്റ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് രാജ്യസേവനത്തിന്, രാജ്യ പുനർനിർമ്മാണത്തിൽ നമ്മുടെ പങ്കുവഹിക്കുന്നതിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the journey for becoming an IAS officer is a long one. Really, there is no shortcut for such success. അത്തരത്തിൽ വേണ്ട ഗൈഡൻസ് അടുത്ത ടോക്കിൽ നമുക്ക് കാണാം. താങ്ക് യു.